വിടും നാട്ടുവോട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളത്ത് നിന്നാണ്. എറണാകുളം പരവൂരിൽ സ്ഥാനാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചു. ചേന്ദമംഗലം പഞ്ചായത്ത് 10-ാം വാർഡിൽ സ്ഥാനാർത്ഥി ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. വടക്കേക്കര സ്വദേശി മനോജ് വലിയപുരയ്ക്കലാണ് ആക്രമിച്ചത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഈ പ്രചാരണത്തിനിടെയുണ്ടായ തർക്കമാണോ? എന്താണ് സംഭവിച്ചത്? ജിൽസി, പ്രചാരണത്തിനിടെയുണ്ടായ തർക്കമല്ല, യൂട്യൂബിൽ ഒരു വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവസാനം ഈ ആക്രമണത്തിൽ കലാശിച്ചത്. പറവൂർ ചേന്ദമംഗലം പഞ്ചായത്തിലെ LDF വിമത സ്ഥാനാർത്ഥിയാണ്, 10-ാം വാർഡിലെ LDF വിമത സ്ഥാനാർത്ഥിയാണ് ഫസൽ റഹ്മാൻ. ഈ ഫസൽ റഹ്മാൻ പഞ്ചായത്തിൽ ഒരു ആവശ്യത്തിനായി പോവുകയും ഈ മനോജ് വലിയപുരയ്ക്കൽ എന്നയാൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഫസലിനെതിരെ ഒരു വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും തുടർന്ന് ആ തർക്കം ഒരു ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു. മനോജ് വലിയപുരയ്ക്കൽ എന്നയാൾ, അതായത് ചേന്ദമംഗലം സ്വദേശി തന്നെയാണ്, ചേന്ദമംഗലം വടക്കേക്കര സ്വദേശിയാണ് മനോജ് വലിയപുരയ്ക്കൽ. ഈ മനോജ് വലിയപുരയ്ക്കലാണ് ഫസലിനെ ആക്രമിച്ചത്. ഫസലിനെ ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫസൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഫസലിനെ മനോജ് കുത്തിയത് എന്നാണ് ഫസൽ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ അവിടെ ഉണ്ടായ യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് സമീപത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.